ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് മൂന്നാമത്തെ T20ക്ക് വേണ്ടിയാണ്. 3 പുതിയ താരങ്ങൾ ഇന്ത്യൻ ടീമിലേക്ക് എത്തിയിരിക്കുകയാണ്. ജയ്സ്വാൾ, സഞ്ജു, ശിവൻ ദുബെ. മൂന്നാമത്തെ T20യിൽ സഞ്ജുവും ജയ്സ്വാളും കളിക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഓപ്പണിംഗിലായിരിക്കും ജയ്സ്വാൾ വരുന്നത്. ഇന്ത്യൻ ടീമിൽ ചില മാറ്റങ്ങൾ വന്നേക്കും. അപ്പോൾ ഇന്ത്യ സിംബാബ്വെ മൂന്നാം T20യെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. രണ്ടാമത്തെ T20യിൽ ഇന്ത്യൻ താരങ്ങൾ വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചത്, പ്രത്യേകിച്ച് അഭിഷേക് ശർമ്മ. അതുകൊണ്ട് അഭിഷേകിനെ മൂന്നാമത്തെ T20യിൽ നിന്ന് മാറ്റില്ല. സ്ഥാനം നഷ്ടമാവുന്നത് സായ് സുദർശനായിരിക്കും. ഓപ്പണിംഗിലും ചില മാറ്റങ്ങൾ വന്നേക്കും. ശുഭ്മാൻ ഗില്ല് വൺ ഡൗണിലായിരിക്കും മൂന്നാമത്തെ T20യിൽ കളിക്കാൻ പോകുന്നത്. ജയ്സ്വാളും അഭിഷേക് ശർമ്മയും ഓപ്പണിംഗിൽ വരും. അല്ലെങ്കിൽ പിന്നെ സഞ്ജുവിനാണ് മറ്റൊരു ചാൻസ് ഉള്ളത്. വേൾഡ് കപ്പിന്റെ സന്നാഹ മത്സരത്തിൽ സഞ്ജു ആയിരുന്നു ഓപ്പണിംഗിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. സഞ്ജു ടീമിലേക്ക് വന്നത് ഇന്ത്യൻ ടീമിന് ആശ്വാസമാണ്. വേൾഡ് കപ്പിൽ തന്നെ സഞ്ജുവിന് അവസരം കിട്ടിയില്ല. സിംബാബ്വെ സീരീസിൽ സഞ്ജു തകർക്കുമെന്നത് ഉറപ്പാണ്. നിലവിലിപ്പോൾ ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ധ്രുവ് ജുറലാണ്. അതുകൊണ്ട് താരത്തിന് പകരം സഞ്ജു ആയിരിക്കും മൂന്നാമത്തെ T20യിൽ കളിക്കാൻ പോകുന്നത്. ഇന്ന് T20 മത്സരമില്ല. ജൂലൈ 10-നാണ് അടുത്ത T20. സഞ്ജുവിന്റെ ഒരു വെടിക്കെട്ടിന് വേണ്ടിയാണ് മലയാളി ആരാധകർ കാത്തിരിക്കുന്നത്. സഞ്ജു മൂന്നാമത്തെ T20യിൽ കളിക്കുമെന്നത് ഉറപ്പാണ്. ഇനിയൊരു പക്ഷേ റിയാൻ പരാഗിന് സ്ഥാനം നഷ്ടമാകുമെന്നത് നോക്കി തന്നെ കാണേണ്ടി വരും. എന്തായാലും അഭിഷേക് മൂന്നാമത്തെ T20യിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ T20ക്കുള്ള ഇന്ത്യയുടെ പ്ലേയിങ് നോക്കാം. ശുഭ്മാൻ ഗിൽ, ജയ്സ്വാൾ, അഭിഷേക് ശർമ്മ, ഋതുരാജ്, റിയാൻ പരാഗ്, റിങ്കു സിംഗ്, സഞ്ജു സാംസൺ, വാഷിംഗ്ടൺ സുന്ദർ, രവി ബിഷ്ണോയ്, ആവേശ് ഖാൻ, മുകേഷ് കുമാർ. അടുത്ത T20 ജയിച്ചാൽ ഇന്ത്യക്ക് 2-1 പരമ്പരയിൽ മുന്നിലെത്താം. ആദ്യ കളിയിലെ നാണക്കേട് ഇന്ത്യ രണ്ടാമത്തെ T20യിൽ തീർത്തിരിക്കുകയാണ്. എല്ലാവരും അടിച്ചു കളിച്ചു. ഇനി മൂന്നാമത്തെ T20യിൽ സഞ്ജുവിന്റെ ഒരു വെടിക്കെട്ടായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. കീപ്പറായിട്ട് സഞ്ജു തന്നെ വരുമെന്നത് ഉറപ്പാണ്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.